ഫിലിം ഗാരേജിന്റെ മലക്കോട്ടെ വാലിബൻ വാർത്തകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി ലിജി ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത മലക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 1.5 ദിവസം മാത്രം ബാക്കി. ഇന്ന് ജനുവരി 23, മറ്റന്നാൾ ജനുവരി 25 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ലാലേട്ടന്റെ മലക്കോട്ടെ വാലിബൻ. അത് രാവിലെ 6:30 തന്നെയാണ് കേരളത്തിൽ സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത്. ലാലേട്ടന്റെ ബ്രഹ്മാണ്ഡ ബിഗ് ബഡ്ജറ്റ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കവേ സിനിമ എത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ നേടിയെടുക്കുമെന്ന് ആകാംക്ഷയിലാണ് നമ്മുടെ ലാലേട്ടൻ ആരാധകരും സിനിമാ ലോകവും. എന്തായാലും ഇതിനിടയിൽ മലക്കോട്ടെ വാലിബന്റെ ഏറ്റവും പുതിയ ട്രാക്ക് ചെയ്യപ്പെട്ട പ്രീസെയിൽ കളക്ഷൻ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ ഇന്ന് അപ്ഡേറ്റ് ആകപ്പെട്ടിട്ടില്ല. ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2.5 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ കടന്നിരുന്നു. ഇതിനിടയിൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഗൾഫ് രാജ്യങ്ങളിലെ കഴിഞ്ഞ ദിവസം സിനിമ സെൻസർ ചെയ്യപ്പെട്ടതോടെ കൂടുതൽ സ്ക്രീനുകളിലെ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. അതോടെ ഓവർസീസ് കളക്ഷൻ മികച്ച രീതിയിൽ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. നാളെ രാത്രിയുടെ ഫൈനൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 6-8 കോടി റേഞ്ചിൽ ഉണ്ടാകുമെന്ന നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കേരള പ്രീസെയിൽ കളക്ഷൻ ഇന്നത്തോടെ 3 കോടി രൂപയ്ക്ക് മുകളിലും നാം പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് പ്രീസെയിൽ കളക്ഷനിലെ വേറെ ലെവൽ വർധനയൊന്നും തന്നെ കാണാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം സിനിമയുടെ അണിയറ പ്രവർത്തകർ സിനിമയ്ക്ക് കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുന്നില്ല, പ്രൊമോ കണ്ടന്റുകൾ പുറത്തിറക്കുന്നില്ല എന്നത് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വേറെ ലെവൽ ഹൈപ്പിലേക്ക് മലക്കോട്ടെ വാലിബൻ നിലവിൽ പോയിട്ടില്ല. എന്തായാലും മറ്റന്നാൾ പ്രേക്ഷകർ സിനിമ ഞെട്ടിക്കട്ടെ, അതുവഴി സിനിമ വൻ തരംഗമായി മാറട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഇതിനിടയിൽ ലാലേട്ടന്റെ മലക്കോട്ടെ വാലിബന് എതിരായിട്ട് ബഹിഷ്കരണ ആഹ്വാനവുമായിട്ട് അതോടൊപ്പം തന്നെ സിനിമ കാണരുത്, ഞാനും എൻ്റെ കുടുംബവും സിനിമ കാണണ്ട എന്ന് തീരുമാനിച്ചു എന്ന രീതിയിൽ സിനിമയ്ക്കെതിരായ പോസ്റ്റുകളുമായിട്ട് ഇന്നലെ രാവിലെ മുതൽ ഇന്ന് പല സമയങ്ങളിലായിട്ട് വരുന്ന സോഷ്യൽ മീഡിയയിലൂടെ കമന്റുകളുമായിട്ട് വരുന്ന പലരെയും നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. എന്തായാലും അതിൻ്റെ എല്ലാം കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ അറിവുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നടന്ന ഒരു പ്രമുഖ ചടങ്ങിൽ ലാലേട്ടൻ പങ്കെടുത്തില്ല. അതിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ലാലേട്ടൻ്റെ സിനിമ കാണണ്ട എന്ന രീതിയിലുള്ള ആഹ്വാനമെല്ലാം തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി ഇന്നലെ മുതൽ നടക്കുന്നത്. എന്തായാലും ഇതിലൊന്നും തന്നെ ഒരു കാര്യവുമില്ല എന്ന് കൂടുതൽ പരാതി തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ലാലേട്ടൻ എവിടെ പോകണ്ട എന്നൊക്കെ അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. ഒരിടത്ത് പോയില്ല എന്ന് പറഞ്ഞ് ലാലേട്ടൻ്റെ സിനിമ ബഹിഷ്കരിക്കണമെന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ലെവൽ മൈൻഡ് സെറ്റ് ഉള്ളവരാണ് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും ലാലേട്ടൻ്റെ ഓരോ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോഴും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും നാം കാണാറുള്ളതാണ്. നേരത്തെ റിലീസ് ചെയ്തപ്പോൾ തിരക്കഥ മോഷണം സിനിമയ്ക്കെതിരായിട്ടുള്ള ആരോപണമായിട്ടുണ്ടായിരുന്നു. ഒടിയൻ റിലീസ് ചെയ്തപ്പോൾ അന്ന് ഹർത്താലായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. എന്തായാലും ഇതെല്ലാം തന്നെ തരണം ചെയ്ത് ഏറ്റവും ഒടുവിൽ ലാലേട്ടൻ്റെ ഭാഗം തന്നെയായിരിക്കും വിജയിക്കുക എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. മലക്കോട്ടെ വാലിബന്റെ റിസൾട്ടിനായിട്ടാണ് ഇനി നാം കാത്തിരിക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾ കേട്ടാം.